ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ഹാജരായേക്കില്ല. ഹാജരാകണമെന്ന ഒരറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ മുൻകൂർ ജാമ്യാവസ്ഥയിൽ 15-ന് ഹാജരാകണമെന്നായിരുന്നു അറിയിപ്പ്. അതേസമയം കേസിൽ അറസ്റ്റ് തടഞ്ഞുള്ള കോടതി നിർദ്ദേശത്തിന് പിന്നാലെ അന്വേഷണം വഴിമുട്ടുന്നതായും സൂചനയുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരങ്ങൾ ചേർന്നു. പ്രശാന്ത്, ഈ ഒരു കേസിൽ അന്വേഷണം വഴിമുട്ടുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു. കാരണം 14 ദിവസം ഒളിവിൽ കഴിഞ്ഞപ്പോഴും രാഹുലിനെ പിടികൂടാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. 15-ാം ദിവസം പോലീസിന്റെ മൂക്കൻ തുമ്പത്ത് വന്ന് പാലക്കാട് വന്ന് ബോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വിശദമായ വിവരങ്ങൾ? അമൽ, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് നിലനിൽക്കുന്നത്. ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, നിലയ്ക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നിർണായകം ആണ്. 2 കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടെന്ന് രാഹുലിൻ്റെ കേസ് തന്നെയാണ്. അതായത് ഈ 2 കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ടൊരു കേസ്. ആ കേസിൽ ജാമ്യം നിഷേധിച്ചുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മറ്റൊരു കേസെന്ന് പറയുന്നത് രണ്ടാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ഈ കോടതി രാഹുലിന് ജാമ്യം നൽകിയിരുന്നു. ആ ജാമ്യം നൽകിയതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 കേസുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ നിർണായകമായിരിക്കും. ഈ 2 കേസിലും തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് നടപടിയിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് കടക്കാമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കോടതിയുടെ ഒരു പരാമർശമുണ്ടെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ കുറ്റക്കാരനാണ്, കേസ് ഗൗരവകരമാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഈ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുമെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ഈ മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യവസ്ഥയിൽ പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഹാജരാകില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനി 11 മണിയോടുകൂടി കോടതി നടപടികളെല്ലാം പുരോഗമിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിൽ കൂടുതലൊരു വ്യക്തത വരിക. എന്തായാലും കോടതിയിൽ നിന്നൊരു തിരിച്ചടി, ഹൈക്കോടതിയിൽ നിന്നൊരു തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് അന്വേഷണ സംഘത്തിന് ഈ അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം കടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എത്തിച്ചേരുമെന്നും ആണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു കേസ് തുടക്കത്തിൽ കാണിച്ചൊരു ഗൗരവം, തുടക്കത്തിൽ കാണിച്ചൊരു അന്വേഷണത്തിന് ഒരു വേഗത, ആ വേഗതയൊന്നും നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട നിലവിലില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ആദ്യം ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ഈ അന്വേഷണ സംഘം പോകുന്ന ഇടങ്ങളിലെല്ലാം വിവരങ്ങൾ ലഭിക്കുകയും അവിടെ നിന്നെല്ലാം മണിക്കൂറുകളുടെ അല്ലെങ്കിൽ മിനിറ്റുകളുടെയൊക്കെ വ്യത്യാസത്തിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് മാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ അന്വേഷണ സംഘത്തിൽ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ ഒറ്റുകാരുണ്ട്, പോലീസിൽ നിന്ന് തന്നെ ഒറ്റുകാരുണ്ട്, വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി വന്നത്. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തെ തന്നെ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ നിയോഗിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. ഇതിനിടയിലാണ് രണ്ടാമതൊരു പെൺകുട്ടി കൂടി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു മലയാളി യുവതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിച്ചുകൊണ്ടൊരു കേസ്, ഒരു പരാതി നൽകുന്നത് KPCC അധ്യക്ഷന് പരാതി നൽകിയിരുന്നു. അത് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും സംസ്ഥാന പോലീസ് മേധാവി ഈ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. അതുകൂടി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമതൊരു ബലാത്സംഗ കുറ്റം കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഈ 2 കേസും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താനോ പിടിക്കുവാനോ ഒന്നും ആ സമയത്തൊന്നും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് കോടതി അറസ്റ്റ് ചെയ്യരുത്, അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു ഉത്തരവ് വരുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിൽ ഈ ജാമ്യം നിഷേധിക്കുന്ന അടക്കമുള്ള നിലയിലേക്കൊക്കെ എത്തുന്നത്. എന്തായാലും അതിന് പിന്നീട് അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കുന്ന മട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു കോടതി ഇടപെടൽ, ഹൈക്കോടതിയുടെ ഒരു ഇടപെടലായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി രാഹുലിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും മറ്റ് കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയും. എന്തായാലും 11 മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിന് പിന്നാലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് നിലവിലെ സ്ഥിതി. ഇനി അടുത്ത
ഒരു നീക്കം രാഹുലിൻ്റെ എന്തായിരിക്കും, അന്വേഷണ സംഘത്തിൻ്റെ എന്തായിരിക്കും എന്നടക്കമുള്ള നീക്കങ്ങളെല്ലാം ഇനി ഇന്നത്തെ കോടതി വിധിയോടുകൂടി തന്നെയായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അമൽ. ഓക്കെ പ്രശാന്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അറസ്റ്റ് തടഞ്ഞതോടെ അന്വേഷണം വഴിമുട്ടുന്നു എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്.